ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ നല്ല പഴുത്ത ചക്കയുടെ സീസണല്ലേ. മിക്ക വീടുകളിലും ചക്ക കാണും. ഇനി അഥവാ എന്നെപ്പോലെ ഒരു പ്ലാവ് പോലും ഇല്ലാത്ത വീടാണെങ്കിൽ അടുത്ത ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ വീട്ടിൽ നിന്ന് ഒരു ചക്ക കിട്ടാതിരിക്കില്ല. എന്നാൽ വേഗം ഒരു പഴുത്ത ചക്ക സംഘടിപ്പിച്ച് നമുക്കൊരു ചക്ക വരട്ടി ഉണ്ടാക്കാം. ഇതിന് നല്ല വരിക്ക ചക്കയാണ് വേണ്ടത്. ഞാനൊരു 15 ചുള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ തന്നെ കഴിച്ച് ഇപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് ചക്കയിലെ ചുള വൃത്തിയാക്കി കുരു മാറ്റി വെക്കാം. ഈ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് പലവിധത്തിലുള്ള കറികളും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാം. ഈ ചക്കച്ചുള ഇതുപോലെ പിച്ചി എടുത്താൽ മതി. ചെറിയ കഷ്ണങ്ങളെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല. നമുക്ക് പിന്നീട് ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഇതുപോലെ വൃത്തിയാക്കി എടുത്ത ചക്ക നമുക്കൊരു സ്റ്റീമറിൽ വെച്ച് 10 മിനിറ്റ് ആവി കയറ്റണം. ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ചക്ക നല്ല സോഫ്റ്റായി കിട്ടും. എങ്കിൽ മാത്രമേ നമുക്ക് അരച്ചെടുക്കുമ്പോൾ തരിയില്ലാത്ത നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടുകയുള്ളൂ. പിന്നെ ചക്ക വരട്ടി ഉണ്ടാക്കുമ്പോൾ വരിക്ക ചക്ക തന്നെ വേണം. ചക്ക വരട്ടി എന്നല്ല, ചക്ക കൊണ്ട് ജാം ഉണ്ടാക്കുമ്പോഴും ഹൽവ ഉണ്ടാക്കുമ്പോഴും ഒക്കെ വരിക്ക ചക്കയാണ് നല്ലത്. പഴഞ്ചക്ക നന്നാവില്ല. പഴഞ്ചക്ക, കൂഴച്ചക്ക, ഇനി അതിന് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. അതൊന്നും നന്നാവില്ല. കാരണം അതിന് വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് കേടായി പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത് ചക്ക നമുക്ക് ചൂട് മാറാനായി മാറ്റി വെക്കാം. ഈ ചക്കയിൽ ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളൊരു മിക്സറിലിട്ട് 2-3 തവണയായി നല്ല പേസ്റ്റ് രൂപത്തിൽ തരികളില്ലാതെ അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്ത മിശ്രിതം ഞാനൊരു ഓട്ടോ ഉരുളിയിലേക്ക് മാറ്റുകയാണ്. ഞാൻ ഈ ഉരുളി തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഈ ഉരുളിയിൽ തന്നെ നമുക്കൊരു 30 മിനിറ്റോളം വരട്ടിയെടുക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഞാനൊരു 250 ഗ്രാം ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 സ്പൂൺ പശുനെയ്യ് കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ചക്ക വരട്ടിയത് ഉണ്ടാക്കുമ്പോൾ ഏതാണ്ട് ഒരു 30 മിനിറ്റോളം ഇങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ ഉരുളി ഉപയോഗിക്കുന്നത്. ഉരുളി അതുപോലുള്ള അടികട്ടിയുള്ള പാത്രം മാത്രമേ ഉപയോഗിക്കാവൂ. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇത് നല്ല ചൂടായി ചെറിയൊരു പുകയൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ശർക്കര പാനി കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ ഉരുളകളായി ഇങ്ങനെ അവിടെ കട്ടയായി നിൽക്കുന്നത് കാണാം. അത് നമ്മൾ തവി കൊണ്ട് നന്നായി ഉടച്ചെടുക്കണം. അങ്ങനെ മുഴുവൻ ശർക്കര പാനി ഒഴിച്ച് കൈവിടാതെ ഒരു 20 മിനിറ്റോളം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇത് കൈവിടാതെ ഇടക്കുന്നതിലാണ് കാര്യം. ഒന്ന് നിർത്തിയാൽ അടിഭാഗം കരിഞ്ഞു പോകാനും അത് കാരണം അതിൻ്റെ രുചിയും മണവും ഒക്കെ മാറും. ശർക്കരപ്പാനി ഒഴിച്ച് നല്ല തിള വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ചതും നല്ല ജീരകം പൊടിച്ചതും ചേർക്കാം. ഞാൻ എളുപ്പപ്പണിക്ക് രണ്ടും കൂടി ഒന്നിച്ചാണ് പൊടിച്ചിരിക്കുന്നത്. പിന്നെ ചുക്കുപൊടി ഉണ്ടെങ്കിൽ ചുക്കുപൊടിയും ചേർക്കാം ഈ സമയത്ത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്തില്ല. ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നതായി തോന്നുകയാണെങ്കിൽ കുറച്ച് പശുനെയ്യ് കൂടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചക്ക അരക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ശർക്കര പാനിയിലുള്ള വെള്ളം മാത്രമാണുള്ളത്. ആ വെള്ളം മുഴുവനായി വറ്റി എണ്ണ തെളിയണം. അതാണ് ഇതിൻ്റെ പാകം. ചിലവരിത് നല്ല കട്ടയായി ഉണ്ടാക്കാറുണ്ട്. ഞാനൊരു ജാം രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ചക്ക കൊണ്ട് ഹൽവ ഉണ്ടാക്കുമ്പോഴും ഏതാണ്ട് ഇതേ പ്രോസസ്സിങ് തന്നെയാണ്. ഹൽവ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കുന്നതിന് മുന്നേ ആയി ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ചൂടുവെള്ളത്തിൽ കലക്കി അതുകൂടി ഇതിന് കൂടെ ചേർത്ത് വഴറ്റി കുറുക്കിയെടുക്കണം. അത് ഇതിനേക്കാളും കൂടുതൽ കട്ടിയാക്കി എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് നിരത്തി കട്ട് ചെയ്തെടുക്കേണ്ട പാകത്തിൽ ഉണ്ടാക്കണം. അങ്ങനെ വഴറ്റിയെടുത്ത് എൻ്റെ ചക്ക വരട്ടി ഏതാണ്ട് പാകമായി. ഞാൻ ഇതിനേക്കാൾ കൂടുതൽ കുറുക്കിയെടുക്കുന്നില്ല. കാരണം ഉരുളിയുടെ ചൂടിൽ കിടന്ന് തന്നെ ഇത് ഒന്നുകൂടി കട്ടിയാവാം. ഇത് ഈ ഒരു പാകത്തിലായാൽ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാവും നല്ലത്. ഇല്ലെങ്കിൽ ഉരുളിയുടെ ചൂടിൽ കിടന്ന് പിന്നെയും കുറുകി കട്ടിയായി മുറിച്ചെടുക്കേണ്ട പാകമാവും. ഇത്തിരി കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഇല്ലാത്ത ഇതുപോലെ കുറുക്കി എടുത്താൽ ഇതൊരുപാട് കാലം കേടാവാതെ നിൽക്കും. ചക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പോലും ഇതൊരുപാട് ഇഷ്ടപ്പെടും. വിദേശത്ത് താമസിക്കുന്നവർക്കും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും ബാച്ചിലേഴ്സിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടാവുന്നതാണ്. ഈ ചക്ക സീസണിൽ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.